الله الرحمن الرحيم إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉമർ റളിയല്ലാഹു അൻഹു ക്രിസ്ത്യൻ പള്ളിയിൽ നിസ്കരിക്കുമായിരുന്നു. മുസ്ലിങ്ങൾ അത് അവരുടെ മസ്ജിദാക്കി മാറ്റും എന്ന് ഭയപ്പെട്ടതുകൊണ്ട് നിസ്കരിച്ചിട്ടില്ല എന്ന് പറയുന്ന റിപ്പോർട്ടുണ്ട്. അപ്പോൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ഈ റിപ്പോർട്ടും ചില മുസ്ലിങ്ങൾ തെളിവായി ഉദ്ധരിക്കാറുണ്ട്. ചില മുസ്ലിങ്ങൾ ഉദ്ധരിക്കുമ്പോഴത്തേക്ക് തന്നെ ഇത് മുസ്ലിം സമൂഹത്തിൽ വ്യാപകമാണ്. ഖുത്ബയിലും മസ്ജിദിലും പ്രഭാഷണങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഇത് പറയാണ്. അങ്ങനെ വലിയൊരു സമൂഹത്തെ വഴിതെറ്റിപ്പിക്കുകയാണ്. എന്നാൽ ഇതും എന്താണ്? ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്ന പരമ്പരയില്ലാത്ത ദുർബലമായ റിപ്പോർട്ടാണ്. ബാറക്കല്ലാഹു ഫീക്കും. ഉമർ റളിയല്ലാഹുവിൽ നിന്ന് തന്നെ സഹീഹായ വന്ന റിപ്പോർട്ടാണ്. ഉമർ റളിയല്ലാഹു എന്ന് പറഞ്ഞു, നിങ്ങളുടെ പള്ളികളിലെ ചിത്രങ്ങളുള്ള പ്രതിമകൾ കാരണം ഞങ്ങൾ അവിടെ പ്രവേശിക്കുന്നില്ല എന്നാ പറഞ്ഞ. ചിത്രങ്ങളുള്ള പ്രതിമകളുള്ള പള്ളികളിൽ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പ്രതിമകളൊന്നും ഇല്ലാത്ത പള്ളിയിൽ നിസ്കരിക്കാറുണ്ടായിരുന്നു. ഇത് ബുഖാരിയിൽ വന്ന റിപ്പോർട്ടാണ്. ഇമാം സഹീൽ ബുഖാരിയിലെ ബാബു സലാത്ത് ഫിൽ ബിയത്തി, കിതാബു സലാത്ത് നോക്കുക. അപ്പോ എങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ക്രൈസ്തവ പള്ളികളിൽ അവിടെ ബിംബമുള്ളിടത്ത് പ്രവേശിച്ചു എന്ന് പറയാ? ബാറക്കല്ലാഹു ഫീക്കും. അവിടെ വ്യക്തമായിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയാണ് പ്രവേശിക്കൂല. എന്നാൽ പ്രതിമകൾ ഇല്ലാത്തടത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രവേശിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞേ? ഞങ്ങൾ എന്നാ പറഞ്ഞ. അതിന്റെ അറബി പദം നോക്കാം. ഞങ്ങൾ എന്നാ പറഞ്ഞ. ഞങ്ങൾ പ്രവേശിക്കില്ല. അപ്പൊ ഞങ്ങൾ എന്ന് പറഞ്ഞ എന്തായി? സഹാബികൾ റളിയല്ലാഹു അൻഹു മുഴുവനുമാണ്. ഒറ്റ സഹാബി റളിയല്ലാഹു അൻഹു ഇതൊന്നും ഒഴിവല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് പഠിച്ച വഹീന് സാക്ഷികളായ ഒരു സഹാബിയും പ്രവേശിച്ചില്ല അവിടെ പ്രതിമകൾ ഉണ്ടെങ്കിൽ. അതുകൊണ്ട് ഇത് സഹാബത്തിന്റെ ഇജ്മാഉണ്ട്, ഏകോപനമുണ്ട്. അവരെല്ലാം ഐക്യത്തോടെ പറഞ്ഞ നടപ്പിലാക്കിയ വിഷയമാണിത്. ഇനി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രതിമകളൊന്നും ഇല്ലാത്ത പള്ളിയിൽ നിസ്കരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ മുകളിൽ പരാമർശിച്ച അപ്പോൾ ഞാൻ ആദ്യം പരാമർശിച്ച ലൈഫായി എന്ന് പറഞ്ഞ റിപ്പോർട്ടുണ്ടല്ലോ, ചരിത്ര ഗ്രന്ഥങ്ങൾ കാണുന്നത്, ഉമർ റളിയല്ലാഹു അൻഹു നിസ്കരിച്ചു എന്ന് പറയുന്നത്, അവിടെയും എന്തേ സംഭവിച്ചിട്ടുണ്ടാവുള്ളൂ. കാരണം നമ്മൾ സഹിഹ റിപ്പോർട്ടുമായിട്ട് നമ്മൾ ജമ്മ് ചെയ്യണമല്ലോ, വൈരുദ്ധ്യം വരാൻ പാടില്ലല്ലോ. അപ്പൊ അതിനർത്ഥം എന്താ? ഉമർ റളിയല്ലാഹു അൻഹു നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രതിമകളൊന്നും ഇല്ലാത്ത പള്ളിയാണ്. ബാറക്കല്ലാഹു ഫീക്കും. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.